ഹായ് ഡിയേഴ്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. എൻ്റേതായ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് അരക്കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് അതിലാവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ആഡ് ചെയ്ത് 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്ത് ഒരു ഫ്രൈ പാനിൽ കറിവേപ്പിലയും ആഡ് ചെയ്ത് ഇതുപോലെ ഒന്നൊന്നായി നിരത്തി വെച്ച് കൊടുത്തു. ഒരു ഭാഗം വെന്ത ശേഷം അടുത്ത ഭാഗം തിരിച്ചിട്ടു. കൂടുതൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനൊരു മൺചട്ടി എടുത്തു. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അത്യാവശ്യം നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ആഡ് ചെയ്തു. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതുപോലെ നന്നായി വഴറ്റിയ ശേഷം ചെറുതായി അരിഞ്ഞ തക്കാളിയും ആഡ് ചെയ്തു. വീണ്ടും ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തു. കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. വഴറ്റിയ ശേഷം ചെറു ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു. ഇതിന് നന്നായി തിളച്ച് വരുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയ ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇനി നന്നായി കുറുകി വരണം. ചെറിയ തീയിൽ വേവിച്ച് നന്നായി കുറുകിയ ശേഷം ഒടുവിൽ ഞാൻ ചേർക്കുന്നത് ഇത്തിരി നാളികേരം പൊടിച്ചതാണ്. മിക്സി ജാറിൽ ഇത്തിരി ഒന്ന് നന്നായി ക്രഷ് ചെയ്തെടുത്തു. അതിനുശേഷം ക്രഷ്ഡ് ചില്ലിയാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ഇതും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൂരിക്കും ഇടിയപ്പത്തിനും സൈഡായിട്ട് കഴിക്കാൻ നല്ലതാണ്. ഒടുവിൽ ഞാൻ മല്ലി ഇലയും കൂടി ആഡ് ചെയ്തു. ഇനി നന്നായി ഒന്ന് വഴറ്റിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. നന്നായി ഒന്ന് വഴറ്റി, കണ്ടില്ലേ? ഇതിൽ ഞാൻ ഇത്തിരി ഹണി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. ഏതാണ്ട് 1 സ്പൂണോളം ഹണി ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹണിയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ മസാലയും നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രയുണ്ടെന്ന്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.